الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുകയും അള്ളാഹുവിന്റെ സ്വർഗം നേടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ദാസികളുമായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. കാലാകാലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരാണ് ആ മതത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ചിട്ടകളും മര്യാദകളും ഒക്കെ എന്താണ് എന്ന് അതാതു കാലഘട്ടങ്ങളിലെ സമൂഹങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദീനിനെ പൂർത്തിയാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ മാഇദയിലെ ഒരു വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിപൂർണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ആ പ്രവാചകന്റെ നാവിലൂടെ മതവിധികൾ പ്രവാചകൻ പഠിപ്പിക്കുകയും മതത്തിന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി കണിശമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകന്റെ ഒരു തിരുവചനം ഇങ്ങനെയാണ്, മാ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ശൈഇൻ യുബ്ഇദുകും അനിൻ നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യാതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അഥവാ
ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ എന്താണ് അവൻ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അവൻ വിട്ടുനിൽക്കേണ്ടത് എന്ന് അന്നും ഇന്നും ലോകാവസാനം വരെയുമുള്ള ഏതൊരു വിശ്വാസിക്കും വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഇമാം ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരണം നൽകിയപ്പോൾ പറഞ്ഞു, ബയ്യനത്ത് ലക്കും ബിവഹ്യി അലാ ലിസാനി റസൂലി അലാ ജമീഇ മാ ബികുമുൽ ഹാജത്തു ഇലൈഹി മിൻ അംരി ദീനിക്കും ഫലാ സിയാദത ഫീഹി ബഅദ ഹാദൽ യൗം. ഈ ആയത്തിന്റെ താല്പര്യം, എന്റെ പ്രവാചകന്റെ നാവിലൂടെ മതപരമായി നിങ്ങൾക്ക് എന്തൊരു കാര്യമാണോ ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫലാ സിയാദത ഫീഹി ബഅദ ഹാദൽ യൗം, ഈ കാര്യത്തിൽ പ്രവാചകൻ വിശദീകരിച്ചതിന് ശേഷം ആ മതത്തിലേക്ക് യാതൊന്നും തന്നെ കൂട്ടിച്ചേർക്കുവാനും പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ കാര്യമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ പ്രവാചകൻ ഏതൊരു കാര്യം നിങ്ങളോട് വിരോധിച്ചുവോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. അഥവാ ദീനിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാലങ്ങൾ കുറെ കഴിയുമ്പോൾ ഒരു പക്ഷേ ബിദ്അത്തുകൾ, നൂതനമായ ആചാരങ്ങൾ മതത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ മതപരമായ വിഷയത്തിൽ ആരെങ്കിലും പുതുതായി വല്ല കാര്യവും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മറ്റൊരു തിരുവചനത്തിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ നിർദ്ദേശമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അഥവാ എന്തു ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞു, എന്ത് ചെയ്തുകൂടാ എന്ന് പ്രവാചകൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു, ഏത് വിശ്വസിക്കാതിരിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിൽ എന്താണ് സൂക്ഷ്മത പുലർത്തേണ്ടത് എന്നും പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ഔ കസ്സബ ബിആയാതിഹി. അല്ലാഹുവിന്റെ പേരിൽ കളവ് ആരോപിക്കുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അല്ലെങ്കിൽ അവന്റെ വചനങ്ങളെ വ്യാജമാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും മുസ്ലിങ്ങളായ ആളുകൾക്ക്, കാലാകാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് ദീനിന്റെ അടിസ്ഥാനം എന്താണ് എന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം, പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, അത് അള്ളാഹ് പറഞ്ഞതാണ് അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ ആചരിക്കുന്നവനേക്കാൾ വലിയ അക്രമിയാരാണുള്ളത്? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ അത് അല്ലാഹു അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാജമാക്കുന്നവനേക്കാളും വലിയ അക്രമി മറ്റാരുമില്ല എന്ന ഗൗരവവും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. കാലങ്ങൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് നൂതനമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ നമ്മുടെ മതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് രീതി സ്വീകരിക്കണം? അവിടെ പലരും പല വിശ്വാസക്കാരാണ്, പലരും പല ആചാരക്കാരാണ്, പലരും പല നടപടികൾ സ്വീകരിക്കുന്നവരാണ്. അതിലേതെങ്കിലും ഒന്ന് ഞാനും സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന നിലപാടാണോ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഇസ് ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എന്റെ കാലം ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ന് ഒരുപാട് മുസ്ലിം സംഘടനകളെ കാണാം, ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ കാണാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ മുസ്ലിം സമൂഹത്തിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതാണ്.
അങ്ങനെയുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത്? എന്റെ നാട്ടിലുള്ളവരെല്ലാം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയാവട്ടെ. എന്റെ കുടുംബത്തിലുള്ളവർ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയാവട്ടെ. എന്റെ നാട്ടിലെ കാരണവന്മാരോ പണ്ഡിതന്മാരോ ഉസ്താദുമാരോ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയാകട്ടെ എന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അല്ല, പ്രവാചകൻ പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടായാൽ അലൈക്കും ബിസുന്നതി, ആ വിഷയത്തിൽ ഞാൻ എന്തു നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾ നോക്കണം, നിങ്ങൾ അന്വേഷിക്കണം. അത് നിങ്ങൾക്ക് കണ്ടെത്തിയാൽ അവിടെ നിങ്ങളെ സംശയം തീരുകയും അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അവിടെയും ഒരു പക്ഷേ ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ കാലശേഷം കടന്നു വരുന്ന ഖുലഫാഉർ റാഷിദുകളായ ആളുകളുടെ നടപടിക്രമങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും നിങ്ങൾക്ക് നിലപാടായി സ്വീകരിക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു മതത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, പ്രത്യേകിച്ച് ഇസ്ലാമിൽ ജീവിക്കുമ്പോ അടിസ്ഥാനപരമായി നമ്മളൊക്കെ വിശ്വസിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം എന്തെന്നാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. മറ്റു സമൂഹങ്ങളിൽ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലേക്കുമുണ്ട്. ഒരിക്കൽ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നവനാണ്. ദുർമന്ത്രണങ്ങൾ നടത്തി അവനെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ മുഴുവനും ഇബ്ലീസ് നടത്തുന്നതാണ്. എന്നാൽ ഇബ്ലീസിന് ഏറെ താല്പര്യമുള്ളത് ഒരാളെ കൊണ്ട് ഹറാം ചെയ്യിക്കാനല്ല, ഒരാളെ കൊണ്ട് മദ്യപിപ്പിക്കുക, മദ്യപാനം ഹറാമാണ്, എല്ലാവർക്കും അറിയാം. വ്യഭിചരിപ്പിക്കുക, അത് ഹറാമാണ്, എല്ലാവർക്കും അറിയാം. പലിശ വാങ്ങിപ്പിക്കുക എന്നതുപോലെയുള്ള ഹറാമുകൾ ചെയ്യിക്കാനല്ല ഇബ്ലീസിന്റെ താല്പര്യമുള്ളത്, മറിച്ച് ബിദ്അത്തുകൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, നൂതനമായ ആചാരങ്ങൾ ചെയ്യിക്കുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്നത്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, പാപങ്ങൾ ചെയ്യിക്കുന്നതിനേക്കാൾ പ്രവാചകന് ഇഷ്ടം ഈ പറഞ്ഞ ബിദ്അത്തുകൾ ചെയ്യിക്കുന്നതിനാണ്. കാരണം എന്താ? ഫൽ മഅസിയതു യുതാബു മിൻഹാ, വലിയ വലിയ തെറ്റുകൾ ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു ഉണർച്ചയോ ഒരു ഓർമ്മയോ ഒരു തിരിച്ചറിവോ ഒക്കെ വരുമ്പോ അവൻ തൗബ ചെയ്ത് മടങ്ങി എന്ന് വരും. പടച്ചോനെ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ഇക്കാലം വരെ ഞാൻ മദ്യപിച്ചു പോയല്ലോ, അള്ളാഹുവിന്റെ ഒരു അടിമയായി ഞാൻ ജീവിക്കുമ്പോ ഹറാമായിരുന്നല്ലോ റബ്ബേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ മാറി എന്ന് വരും. അതുപോലെ ഹറാമുകൾ ചെയ്യുമ്പോ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകും. എന്നാൽ ഈ പറഞ്ഞ ബിദ്അത്തുകൾ ചെയ്യുമ്പോ ഈ തിരിച്ചറിവ് ഉണ്ടാവില്ല. കാരണം എന്താ? ആ ചെയ്യുന്നത് മുഴുവനും നല്ല നല്ല കാര്യങ്ങളാണ്, പുണ്യമായ കാര്യങ്ങളാണ്, ഉസ്താദുമാർ ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ്. അതിന്റെ പേരിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതിന്റെ പേരിൽ ഞങ്ങൾ ചികിത്സ നടത്തുകയാണ് ചെയ്യുന്നത് എന്ന രൂപത്തിൽ അവരുടെ മനസ്സുകളിൽ ഒരു ചിന്തയുണ്ടാക്കുകയും ആ തെറ്റുകളിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇബ്ലീസിന് ഈ പറഞ്ഞിട്ടുള്ള തെറ്റുകളേക്കാൾ കൊടിയ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഈ പറഞ്ഞ ബിദ്അത്തുകൾ ചെയ്യിക്കാനാണ് പൂതി എന്ന് ഈ അബൂ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ ആമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഇത് ശഅബാൻ മാസമാണ്. ഇത് ശഅബാൻ മാസമാണ്. ഈ ശഅബാൻ മാസത്തിന്റെ ചില പ്രത്യേകതകളും അതുപോലെ തന്നെ ശഅബാൻ 15-ാം രാവും അന്നൊരു പ്രത്യേക നോമ്പും, ഇങ്ങനെയൊക്കെ അത് ദീനിൽ ഉള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ആളുകളുണ്ട്. അന്ന് പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോരിശയാക്കപ്പെട്ടിട്ടുള്ള നാളാണ് എന്നും അതുകൊണ്ട് പ്രത്യേകമായ നോമ്പുകൾ നോറ്റുകൊണ്ട് ആ ദിനത്തെ നാം പരിശുദ്ധപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ പ്രത്യേകമായി അന്ന് 3 or 4 പല തവണകളോ യാസീൻ ഓദിച്ചുകൊണ്ട് പല ആളുകളുടെ പേരിലേക്കും ഹദിയ ചെയ്യണമെന്നും അന്ന് മധുര പലഹാരങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വിതരണം ചെയ്യണമെന്നും ആ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാവുന്നതാണ്. ആ ദിനത്തിൽ ഒരു പേളെ സുന്നത്തിന് നൽകുന്ന പരിഗണനയേക്കാൾ അധികം പരിഗണന, ഉദാഹരണമായി
തിങ്കളാഴ്ച നോമ്പുണ്ട്, അന്ന് ആരെങ്കിലും നിങ്ങൾ കടകൾ മുഴുവനും അടച്ചുകൊണ്ട് സുന്നത്ത് നോമ്പുള്ള ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ പവിത്രമാക്കുകയാണ്, ഇന്ന് കടൊന്നും തുറക്കാൻ പാടില്ല, തുറക്കുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പുണ്ട്, അന്ന് ആരെങ്കിലും കട അടച്ചിടാറുണ്ടോ? അതുപോലെ ഓരോ മാസത്തിലും 13, 14, 15 ദിവസം അയ്യാമുൽ ബീളാണ്, അന്ന് കടയടച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ലോകത്തൊരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്ത് നോമ്പുകളാണ്. അന്ന് ആരെങ്കിലും ഈ രൂപത്തിൽ അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് തങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ടോ? എന്നാൽ ബിദ്അത്തുകളാകുന്ന ഇത്തരത്തിലുള്ള നോമ്പുകൾ കടന്നു വരുമ്പോ ആ രൂപത്തിൽ ആളുകൾ കടകൾ പോലും അടച്ചുകൊണ്ട്, ഒരുപക്ഷെ ജോലിയുള്ളവർ ജോലി പോലും ലീവെടുത്തുകൊണ്ട് തങ്ങളുടെ വീടുകളിൽ വിശ്രമിച്ച് ആ ദിവസങ്ങളെ ഈ രൂപത്തിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ദീനിൽപ്പെട്ടതാണോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഇതിന് പല ആളുകൾക്കും ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ട്രിക്ക് ഉണ്ട്. മാർക്കറ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ആളുകളെ ഓഫറുകൾ നൽകിക്കൊണ്ട് വശീകരിക്കുക എന്നതാണ്. പലതരത്തിലുള്ള ഓഫറുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു, പകുതി വിലക്ക് വാഹനങ്ങൾ നൽകുക എന്നുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പേരിൽ അതിന്റെ ആളുകൾ തട്ടിയെടുത്തിട്ടുള്ളത്. എന്താ? ഓഫറുകൾ നൽകുമ്പോഴേക്കും അതിലേക്ക് ആളുകൾ അങ്ങോട്ട് ചാടി വീഴുകയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അതുപോലെ ആലോചിച്ചുകൊണ്ടല്ല പലപ്പോഴും അതിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അതുപോലെ ഈ പറഞ്ഞ ശഅബാൻ മാസത്തിൽ ശഅബാൻ 15 ആ രാവ് ആഘോഷിക്കുകയും നോമ്പ് നോൽക്കുകയും പ്രത്യേകമായ ഒരു നമസ്കാരം അതിൽ ചില ആളുകൾ പറയുന്നുണ്ട്. 100 റക്അത്തുള്ള നമസ്കാരമാണ്. പേര് സ്വലാത്തുൽ അൽഫിയ്യ എന്നാണ്. റക്അത്ത് 100 ആണ്, പേര് സ്വലാത്തുൽ അൽഫിയ്യ 1000 നമസ്കാരം എന്നാണ്. അങ്ങനെ പേര് വരാനുള്ള കാരണം ഓരോ റക്അത്തിലും 10 പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അപ്പോ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അതുകൊണ്ട് ആ സ്വലാത്തുൽ അൽഫിയ്യ എന്ന പേരിൽ ഒരു നമസ്കാരമുണ്ടെന്ന് പറയുകയും അങ്ങനെ പല സ്ഥലത്തും നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇതിനൊരു പക്ഷേ ചിലപ്പോ ആളെ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാവാം ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക തരം 6 റക്അത്ത് നമസ്കാരം നടപ്പിലാക്കുന്നത് കാണാം. അതുപോലെ തന്നെ പ്രത്യേകമായ ചില ദിക്റുകളും ദുആകളും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ പരതിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ചെല്ലേണ്ട ദിക്റ്, ശഅബാൻ 1 ചെല്ലേണ്ടത്, ശഅബാൻ 1 രാവിലെ ചെല്ലേണ്ടത്, വൈകുന്നേരം ചെല്ലേണ്ടത്, മഗ്‌രിബിന് ശേഷം ചെല്ലേണ്ടത്. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെ ചെയ്യണമെന്ന് ചൊല്ലണമെന്ന് എവിടെയാണ്? ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലാണ് ഇത് പറഞ്ഞു തരേണ്ടത്. ആ പ്രവാചകനാണ് ദീൻ പഠിപ്പിച്ചത്. അവിടെയാണ് നാം കാണേണ്ടത്. അവിടെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓഫറുകളെ കൊണ്ട് വശീകരിക്കുകയാണ് എന്ന്. ഈ ദിവസങ്ങളെ ഈ രൂപത്തിൽ ആചരിച്ചാൽ ദീർഘായുസ് ലഭിക്കും എന്നാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ആവശ്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ദീർഘായുസ്, 1 മിനിറ്റ് 1 സെക്കൻഡ് അധികം കിട്ടുകയാണ് എങ്കിൽ അതിനു വേണ്ടി നാം എന്തും നൽകും. മനുഷ്യൻ ആ രൂപത്തിൽ ആയുസ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുപോലെ തന്നെ സുഭിക്ഷമായി ഉപജീവനം ലഭിക്കും. തന്റെ ഉപജീവനത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, സുഭിക്ഷതയുണ്ടാകണം എന്ന്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക, നരകമോചനം ലഭിക്കുക, സ്വർഗപ്രവേശനം ലഭിക്കുക. ഇങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ആളുകൾ ഇവരെ വിശ്വാസികളെ വശീകരിക്കുന്നത്, വഞ്ചിതരാക്കി തീർക്കുന്നത്. ഈ വിഷയത്തിന് വല്ല തെളിവുകളുണ്ടോ? ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. തഖാഫീന യഹീഫല്ലാഹു അലൈകി വറസൂലഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരിപ്പിൽ കാണുന്നില്ല. ആയിഷ ബീബി നോക്കിയപ്പോ പ്രവാചകൻ അവിടെ ഇല്ല. പ്രവാചകൻ അല്പം കഴിഞ്ഞപ്പോ അവിടേക്ക് തിരിച്ചു വന്നു. സംശയത്തോടു കൂടി നോക്കിയിട്ടുള്ള ആയിഷ ബീബിയോട് പ്രവാചകൻ ചോദിച്ചു, അള്ളാഹുവും റസൂലും നിന്നോട് അനീതി പ്രവർത്തിക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ലനന്തു അന്നക അതൈത വല നിസായിക, ഞാൻ വിചാരിച്ചത് അങ്ങ് മറ്റു ഭാര്യമാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്നാണ്, ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇ ദുനിയ. ഈ ശഅബാൻ പകുതിക്ക് അല്ലാഹു 1ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി വനമി കൽബിൻ, കൽബ് ഗോത്രത്തിലെ
ആടുകളുടെ രോമത്തേക്കാൾ അധികം രോമമുള്ള ആടുകളായിരുന്നു കെൽബ് ഗോത്രത്തിലുണ്ടായിരുന്ന ആടുകൾ. അതിനേക്കാൾ അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും ഈ ദിവസം എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ഇമാം തുർമുദി തന്നെ പറയുന്നു ഈ ഹദീസ് ലഈഫാണ്, ദുർബലമായ ഹദീസാണ്. ഖാല അബൂ ഈസ സമീഅതു മുഹമ്മദൻ യുളഇഫുൽ ഹദീസ. അദ്ദേഹം പറയുന്നു ഇമാം ബുഖാരി ഈ ഹദീസിനെ ലഈഫാക്കിയിട്ടുണ്ട്. വഖാല യഹ്യ ഇബ്നു കസീർ ലം യസ്മഅ മിൻ ഉർവ വൽ ഹജ്ജാജ് ലം യസ്മഅ മിൻ യഹ്യ ഇബ്നു കസീർ. രണ്ട് സ്ഥലത്ത് സനദ് മുറിഞ്ഞു പോയിട്ടുള്ള ഹദീസാണ് അത്. രണ്ടു സ്ഥലത്ത് സനദ് മുറിഞ്ഞു പോയിട്ടുള്ള ഹദീസാണ്. ഹദീസ് ഉദ്ധരിച്ച തുർമുദി തന്നെ അത് ലഈഫാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാവുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ പകുതിയായാൽ നിങ്ങൾ പകൽ നോമ്പ് നോൽക്കുക, രാത്രി നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക എന്നൊരു ഹദീസ് ഇബ്നു മാജയിൽ ഉദ്ധരിക്കുന്നതാണ്. ഈ ഹദീസ് ലഈഫുമല്ല, ദുർബലവുമല്ല, അതിനേക്കാളപ്പുറം കെട്ടിച്ചമച്ച മൗളൂഅ് എന്ന ഹദീസ് ഉണ്ട്. ഇസ്ലാമിക നിയമത്തിൽ ഒരടിസ്ഥാനവുമില്ലാതെ കെട്ടിച്ചമച്ച ഹദീസുകൾ എന്ന് പറയുന്ന ഗണത്തിലാണ് ഈ പറഞ്ഞ ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ ന്യൂനതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തിയതിനു ശേഷം ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ശാമ എന്ന് പറയുന്നത് ഇമാം നവവിയുടെ ഉസ്താദാണ്. ഇമാം നവവി രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെയും ഉസ്താദാണ് അബൂ ശാമ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു വലം യസിഹ ഫിഹാ ശൈഉൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നുതിഖ ബിസ്സലാത്തി ഫിഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിലോ ഈ ദിവസത്തിലോ പ്രത്യേകം ചെയ്യാനുള്ളതോ ആചരിക്കാനുള്ളതോ ആയിട്ടുള്ള യാതൊരു കാര്യവും തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്റെ വിശദീകരണത്തിൽ പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താ ഇപ്പൊ ഇങ്ങനെ ഈ ഹദീസ്, ഒരു ഹദീസ് പറഞ്ഞാൽ പല ആളുകളും പറയുമ്പോൾ എന്താണ് അത് ലഈഫാണ്, ദുർബലമാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരാനുള്ള സാധ്യതകൾ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരിച്ചിട്ടില്ല. ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലും ഹദീസ് ക്രോഡീകരിച്ചിട്ടില്ല. ഇമാം മാലിക്കി മദ്ഹബ് എന്ന് പറയുന്ന ആ മദ്ഹബിന്റെ കാലഘട്ടത്തിൽ ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. ആ ഹദീസിന്റെ ഗ്രന്ഥമാണ് ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടുള്ള ഒരു ഹദീസ്. അത് ഹിജ്റ 95-ലാണ്. അദ്ദേഹത്തിന്റെ ജീവിതം 95 മുതൽ 179 വരെയാണ്. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇമാം മാലിക് തന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ്, അതാര് എവിടുന്ന് ഒരു ഹദീസ് പറഞ്ഞു അതൊക്കെ കിതാബിലുണ്ടാവും. അതിന്റെ സനദൊന്നും പരിശോധിക്കില്ല, കാരണം അത് പരിശോധിക്കാനുള്ള ഒരു മാർഗവും ഇല്ല, ഒരു രീതിയും ഇല്ല. അതുകൊണ്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആരെന്ത് പറഞ്ഞോ അതെല്ലാം സ്വീകരിക്കുകയും ആ കിതാബിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. അങ്ങനെ ഒരുപാട് മുഹദ്ദിസുകളായ ആളുകൾ കടന്നു വന്നു. അങ്ങനെ ഇമാം ബുഖാരി അദ്ദേഹം ഹിജ്റ 194-ലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം 204-ലാണ് കടന്നു വരുന്നത്. ഇങ്ങനെ ഒരുപാട് ഹദീസിനെ നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ കടന്നു വരികയും അങ്ങനെ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം നിലവുകൾ വരികയും ചെയ്തു. എങ്ങനെയാണ് ഹദീസിനെ സ്വീകരിക്കേണ്ടത്, ഹദീസ് സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം എന്താണ് എന്ന രൂപത്തിൽ കൃത്യമായി മുസ്ലിം ലോകത്ത് നിലപാടുകൾ ഉണ്ടായി. അതുവരെ ജൂതന്മാരായ ആളുകളും മുനാഫിക്കുകളായ ആളുകളും ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി സ്വീകരിച്ച മാർഗമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം. അത് മുഹമ്മദ് നബി കള്ളനാണ്, വ്യാജനാണ്, ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കൂല. അതിന് പറ്റുന്ന ഒരു മാർഗം എന്തേയുള്ളൂ, ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ആശയം രംഗത്തേക്ക് ഇറക്കുക എന്നത്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ള ഹദീസുകൾ പറഞ്ഞിട്ടുള്ള ഒരാളെ പിടികൂടി, ഒരു ജൂതനായ ഒരു വ്യക്തിയെ പിടികൂടി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇതുപോലെ എത്ര ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞത് 20,000 ഹദീസ് എന്നാ.
20,000 ഹദീസ് ഞാൻ ഇതുപോലെ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ നമുക്ക് വേറെ സംശയം വരും, ഇങ്ങനൊക്കെയാണ് ഹദീസിന്റെ സ്ഥിതിയെങ്കിൽ ഈ ഹദീസ് സ്വീകരിക്കണമോ? അങ്ങനെ ഒരു സംശയമേ ഉണ്ടാകേണ്ടതില്ല. പിൻകാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ നിദാന ശാസ്ത്രം എന്ന് പറയുന്ന ആ നിദാന ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഒരു ഹദീസ് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡുകൾ കൊണ്ട് ആ ഹദീസ് ശരിയാണോ, അതിന്റെ സനത് ശരിയാണോ, അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുവാനും ശരിയായ ഹദീസ് ഏതാണ് എന്ന് തിരിച്ചറിയുവാനും സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ഒരു ദിവസത്തിന് ശഅബാൻ 15 എന്നതിന് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു രാത്രിക്ക് പ്രത്യേകമായ ഒരു പ്രാധാന്യം നൽകപ്പെട്ടിട്ടില്ല. അന്ന് പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു നമസ്കാരമോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നാൽ ശഅബാൻ മാസം എന്ന് പറയുന്ന മാസത്തിന്റെ പ്രത്യേകതകൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ആഴ്ചകളിലൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രവർത്തനം ഉയർത്തപ്പെടുന്നുണ്ട്. മാസങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രവർത്തനം ഉയർത്തപ്പെടുന്നുണ്ട്. ആ നിലക്ക് ശഅബാൻ മാസം എന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഒരു പ്രത്യേക ദിവസത്തിന്റെ പ്രാധാന്യത്തിലല്ല, ഒരു പ്രത്യേക ദിവസത്തിൽ എന്തെങ്കിലും ഒരു ആരാധനകളില്ല. ഈ മാസത്തിൽ നമുക്ക് തിങ്കൾ വ്യാഴം ദിവസം നോമ്പ് നോൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അയ്യാമുൽ ബീദിന്റെ 3 ദിവസങ്ങൾ നോമ്പ് നോൽക്കാം. അതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകൾ ഈ മാസത്തിൽ നോറ്റുവിട്ടാം. പ്രവാചകൻ ഒന്നടവിട്ടുള്ള നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ നോമ്പ് വേണമെങ്കിൽ നമുക്ക് നോൽക്കാം. ഇങ്ങനെ നമുക്ക് ആ മാസത്തിന്റെ വിവിധ ദിവസങ്ങളിൽ നോമ്പുകൾ അധികരിപ്പിച്ചുകൊണ്ട് നോൽക്കാം എന്നതിന് സ്വഹീഹായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. അതിനപ്പുറം പ്രത്യേകമായ ഒരു ദിവസത്തിനോ പ്രത്യേകമായ ഒരു രാത്രിക്കോ എന്തെങ്കിലും ഒരു പ്രാധാന്യം നൽകുകയോ ആ ദിവസത്തിൽ ഇന്ന ആരാധനകൾ നിർവഹിക്കണം എന്ന് പറയുകയോ ചെയ്യുന്നത് ഒരിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾ ഇതിന്റെ പോരിശകൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അന്നാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കളയാറുണ്ട്. ശഅബാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള സൂറത്തു ദുഖാനിലെ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ലൈലത്തുൻ മുബാറക എന്ന് പറയുന്നത് ശഅബാൻ 15 എന്ന് വരെ പറഞ്ഞു കളയാറുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഒരു മുസ്ലിമിനറിയാം എന്നാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അത് റമദാൻ മാസത്തിലാണ് എന്നത് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ലൈലത്തുൽ ഖദറിലാണ് ഈ പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ആ രാവ് എന്നത് ഇസ്ലാമിൽ എല്ലാ മുഫസ്സിറുകളായ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എവിടെ ജീവിക്കുന്നവരാകട്ടെ, ഏത് നാട്ടിലാകട്ടെ, ഏത് സംഘടനകളിലാകട്ടെ, എവിടെയായിരുന്നാലും ദീനെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കുരങ്ങിന്റെ കയ്യിലെ പൂമാലയാകാൻ പാടില്ല. എനിക്ക് തോന്നുമ്പോ അങ്ങോട്ട് വലിക്കുക, മറ്റവന് തോന്നുമ്പോ അങ്ങോട്ട് വലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ചിന്നിച്ചിതറിയ രൂപത്തിലാക്കാനുള്ളതല്ല ദീൻ. അതിനൊരു കൃത്യതയുണ്ട്, അതിനൊരു കണിശതയുണ്ട്. അവിടെ നിന്നപ്പോ അങ്ങോട്ട് അത് നീങ്ങുവാൻ പാടില്ല. അത് മദ്രസയുടെ സ്കൂളിന്റെ പടിവാതിൽ പോലും കടന്നിട്ടില്ലാത്ത ആൾക്കും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതാണ്. സത്യം ഏതാണ്, ശരി ഏതാണ് എന്നത് ആർക്കും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ദീനിലുണ്ടാകുന്ന പുത്തനാചാരങ്ങളെ നാം കരുതിയിരിക്കുക. അത് അപകടം വരുത്തി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്.
വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഒരായത്ത് പറയുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച്. ആലസ്യത്തിൽ കഴിഞ്ഞവരെ കുറിച്ചല്ല, മടിയോടുകൂടി കഴിഞ്ഞവരെ കുറിച്ചല്ല, ഒന്നും ചെയ്യാതിരുന്നവരെ കുറിച്ചല്ല, എല്ലാം ചെയ്ത് അങ്ങനെ ആ ചെയ്ത പ്രവർത്തനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സദഖ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് അള്ളാഹ് പറയാണ്, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിഴച്ചു പോയവരാണ്. ചെയ്യാത്തവരല്ല, ഉറക്കമൊഴിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, പണം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഉറക്കമൊഴിക്കേണ്ടതിനല്ല, പ്രതിഫലം കിട്ടുന്നതിനല്ല ഉറക്കൊഴിച്ചത്. അതുപോലെ തന്നെ പണം ചെലവഴിച്ചത് പുണ്യം കിട്ടുന്നതിനല്ല. അവൻ വിചാരിച്ചു വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഈ ചെയ്യുന്നതൊക്കെ നല്ല പ്രവൃത്തിയാണ്, സ്വർഗത്തിന്റെ നടുക്കെത്തുന്ന കാര്യമാണ് എന്ന് വിചാരിച്ചാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ എത്തുമ്പോൾ അവൾ കാണൂല, നഷ്ടപ്പെട്ടു പോകും. അള്ളാഹ് പറഞ്ഞ ഹബാഅം മൻസൂറ, ചിതറിയ ധൂളികളാക്കി അള്ളാഹു അങ്ങ് പാറ്റിച്ചു കളയും. അപ്പോ നമ്മൾ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാന്റെ അടുക്കൽ എത്തുമ്പോ നമുക്ക് തുണവാകുന്ന അവസ്ഥയുണ്ടാവില്ല എന്നാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഗൗരവം? തിരുത്താനുള്ള അവസരം അവിടെ ഇല്ല. ദുനിയാവിലേക്കൊന്ന് മടങ്ങിപ്പോരാൻ കഴിയില്ല. ചില ആളുകളൊക്കെ പറഞ്ഞു നോക്കും, റബ്ബി ഇർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരണ്ട, കുന്നാ നഅ്മലു സ്വാലിഹൻ, ഞങ്ങൾ സൽപ്രവർത്തനം ചെയ്തോളാം റബ്ബേ, ഞങ്ങൾക്ക് മനസ്സിലായി ചെയ്തതൊന്നും നല്ലതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന്. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം പല നിലക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രവാചകൻ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നല്ലത് ചെയ്യുന്നവർ തന്നെ, നിസ്കരിക്കുകയും നോമ്പ് വെച്ച് അള്ളയും റസൂലും കൽപ്പിച്ചത് തന്നെ ചെയ്തവർ, അവിടെ എത്തുമ്പോൾ ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വരവിലൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ ഗീബത്തും നമീമത്തും അതൊക്കെ നടന്ന പോലെയായിരിക്കും. കുറെ ഗീബത്ത് പറഞ്ഞവൻ അങ്ങോട്ട് എടുത്തു കൊടുത്തു, മറ്റവൻ എടുത്തു കൊടുത്തു, അവസാനം നമ്മൾതില്ല, നമ്മൾക്ക് നന്മകൾ എടുത്തു കൊടുക്കാനില്ലാത്തപ്പോ തിന്മകൾ എടുത്ത് ഇങ്ങോട്ട് തന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ വലിയ പാപിയായിത്തീരുന്നു, അങ്ങനെയും അവിടെ നഷ്ടകാരികളായിത്തീരുന്നു. അപ്പൊ ദുനിയാവിലെ നശ്വരമായ ഈ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സത്യസന്ധതയോടുകൂടി നമുക്ക് ദീനിന്റെ വിഷയത്തിൽ വേറൊരാളോടും പ്രതിബദ്ധതയുണ്ടാവേണ്ടതില്ല. കാരണം അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്, നമുക്ക് അള്ളാന്റെ അടുക്കൽ സ്വർഗം നേടാനുള്ളതാണ്. അതുകൊണ്ട് എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ മഹല്ല്, അതൊന്നും വിചാരിക്കേണ്ടതില്ല. അള്ളാന്റെ ദീൻ എന്താണ് അത് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. പിന്നെ വരുന്ന കാര്യം, റബ്ബ് കരുണാമയനാണ്, ദയാപരനാണ്. മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ അടുക്കലുള്ള പോരായ്മകൾ മുഴുവനും പുറത്തു തരാൻ ആ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി ഈ പറഞ്ഞ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ വരുന്ന പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ പല വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഒന്നെടുക്കുമ്പോ കൈകാലുകൾ, അവയവങ്ങൾ കഴുകുമ്പോ പുറത്തിരും, നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ പല വഴികളിലൂടെ. അപ്പൊ ആ ഒരു ആനുകൂല്യമെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്തു വേണം? കൃത്യമായി ദീൻ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധി നാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളും വിശ്വാസിനികളും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ബർസഹിയായ ജീവിതം നിന്റെ സുരക്ഷിതത്വത്തിലാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാനസികമായ പ്രയാസങ്ങൾ,
കുടുംബപരമായ പ്രശ്നങ്ങൾ, അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങളിൽ പലർക്കുമുണ്ട് റബ്ബേ. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും സമയങ്ങളിലുമെല്ലാം പടച്ചവനെ നീ ഞങ്ങൾക്ക് സഹായകമാകണമേ തമ്പുരാനെ. പരിഹാരം ഞങ്ങളുടെ മനസ്സുകളിൽ നീ നിർദ്ദേശിച്ചു തരണമേ തമ്പുരാനെ. ദീനനുസരിച്ചു കൊണ്ട് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. നിന്റെ പ്രവാചകന്മാരുടെ, സുദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.